എല്ലാവർക്കും നമസ്കാരം. ശ്രേയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുളക് ബജിയാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് മുളക് ബജി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. മുളക് ബജി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ബൗള് കടലമാവാണ് എടുക്കുന്നത്, അതിട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. മുളക് ബജിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ വലിയ മുളകാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം മാർക്കറ്റുകളിലും കിട്ടുന്നതാണ്. ഇത് അരി കളഞ്ഞിട്ടും ഉണ്ടാക്കാം, അരിയോട് കൂടി ഉണ്ടാക്കാവുന്നതാണ്. ആ 2 രീതിയിലും ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ ഒന്ന് കീറണം. ഈ തണ്ട് കളയാൻ പാടില്ല. ഇങ്ങനെ അരി മുഴുവനും ഇതിനകത്തൊന്ന് എടുത്തിങ്ങനെ കളയണം. വേണം മാവ് തയ്യാറാക്കി എടുക്കാൻ. മുളകെടുത്തിട്ട് ഇങ്ങനെ മാവിൻ്റെ അകത്ത് ഇങ്ങനെ മുക്കിയെടുക്കണം. മുക്കിയെടുത്തിട്ട് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും വറുത്ത് പോരാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സാണിത്. ഈ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും വറുത്ത് പോരാം. മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ എല്ലാ പച്ചക്കറി കടകളിലും മുളക് ലഭ്യമാണ്. നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.